സാധാരണയായി കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അവർക്ക് പല നിലപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് നമ്മളെയൊക്കെ സമീപിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവർ പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞിരുന്നില്ല ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ, പ്രത്യേകിച്ച് നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ. ആ മാധ്യമങ്ങളുടെ ഒന്നും ചരിത്രം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇന്ത്യ വിഷൻ മുതൽ ഇങ്ങോട്ടുള്ള വാർത്താ ചാനലുകളുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുശേഷം ഏതാണ്ട് റിപ്പോർട്ടർ ചാനലൊക്കെ വന്നപ്പോഴേക്കും അവരുടെ ഏറ്റവും ആദ്യത്തെ റീലോഞ്ചിനുള്ള പ്രോഗ്രാം തന്നെ എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂറിൽ കൂടുതലുള്ള പ്രോഗ്രാം ഞങ്ങൾ രാഷ്ട്രീയം പറയും എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ എഡിറ്റേഴ്സൊക്കെ തന്നെ ഓരോ പാർട്ടിയുടെ ആളുകളായി വന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയും അതിന് കേരളത്തിൽ വലിയ റീച്ച് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരൊരു പ്രോഗ്രാമിൻ്റെ റീച്ചാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചില മാധ്യമങ്ങൾ രാഷ്ട്രീയത്തിൽ അവർ പക്ഷം പിടിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും മീഡിയ വൺ ആണെങ്കിലും ഒക്കെ തന്നെ പിണറായി വിജയൻ സർക്കാർ പോകണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു യൂട്യൂബ് ചാനലിനേക്കാളും വാശിയോടുകൂടി തന്നെ വാർത്തകളും അതുപോലെ തന്നെ അനാലിസിസും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ഏറ്റവും പ്രകടമായി കാണുന്ന മറ്റൊരു തമാശ എന്ന് പറയുന്നത്, നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ മനോരമയൊക്കെ അത്തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾ ഒരുപാട് പേറിയിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ പ്രത്യക്ഷമായി തന്നെ VD സതീശന് വേണ്ടി മീഡിയ വണ്ണും ഏഷ്യാനെറ്റും ഒക്കെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു ഒരു പെർസെപ്ഷൻ, ഒരു പ്രതിച്ഛായ ബിൽഡിംഗ്, VD സതീശൻ മുഖ്യമന്ത്രിയാകണം, അദ്ദേഹത്തിനാണ് ജനപിന്തുണ എന്നുള്ള നിലക്ക് വളരെ ശ്രമകരമായി നമ്മുടെ പ്രേക്ഷകരെയൊക്കെ തന്നെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതിക്ക് കൊട്ടേഷൻ എടുക്കുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പണിയുടെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എനിക്കിന്ന് നിങ്ങളോട് വീഡിയോയിലൂടെ പറയാനുള്ളത്. നമ്മളൊക്കെ ഇനി മുതൽ മാധ്യമങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി കെയർഫുള്ളി കാണണം, ശ്രദ്ധയോടുകൂടി കാണണം. കാരണം അവരുടെ തലച്ചോറ് നമ്മുടേതായി മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അനാലിസിസുകളിലൂടെ മാത്രമേ നമ്മുടെ ബോധ്യങ്ങൾ രൂപപ്പെടാവൂ. അല്ലെങ്കിൽ അത് ഏറെ അപകടകരമാണ് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു വെക്കട്ടെ. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്തരത്തിൽ ഇവർ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തിപ്പോകും. ഇനി അവർ നടത്തിയിട്ടുള്ള 2 ചർച്ചകളുണ്ട്. ആ ചർച്ചകളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിനെ കുറിച്ച് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നമ്മൾ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്നുള്ള ബിസിനസ് ഹൗസുകളുടെ പരസ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നിന്നുള്ള ഫണ്ടോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. വീഡിയോകൾ ചെയ്യാനും യൂട്യൂബ് വീഡിയോകൾ ചെയ്യാനും വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യവും സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മെമ്പർഷിപ്പ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്നൊരു ഫീച്ചറാണ്. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം വളരെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടായിരിക്കും ഈ ചാനൽ നിലനിൽക്കുക എന്നൊരു ഓഫറാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ലെവൽ 1ലേക്ക് 179 രൂപയാണ്, ലെവൽ 2ലേക്ക് 359 രൂപയാണ്, പിന്നെ അതിൽ കൂടുതലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത് അതല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അത് മറ്റത് മാസമുള്ള ഒരു ഓപ്ഷൻ ആണെങ്കിൽ അടുത്തത് ഒറ്റത്തവണത്തേക്ക് വേണ്ടി നമ്മളുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ സത്യസന്ധമായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനം ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സപ്പോർട്ടൊക്കെ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുള്ള താല്പര്യങ്ങളുള്ള മാധ്യമങ്ങൾ പതുക്കെ നിങ്ങളുടെ തലച്ചോറുകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പെൻസിൽ വര വിള്ളലായി മാറിയതും M സ്വരാജും പ്രതീഷ് വിശ്വനാഥനും തമ്മിലുള്ള ഇല്ലാത്ത കൂടിക്കാഴ്ചയുടെ കാർഡുകൾ അടിച്ചിറക്കിക്കൊണ്ട് ഒരു പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി ശ്രമിച്ചതും എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കട്ടെ. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഈ ടോപ്പിക്കിൽ നമുക്കറിയാം മീഡിയ വൺ വളരെ ആക്റ്റീവായി തന്നെ രംഗത്തുണ്ട്. അവർ പിന്നെ പച്ചയായി തന്നെ VD സതീശന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ KC വേണുഗോപാലിലേക്ക് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയല്ല, യഥാർത്ഥത്തിൽ വലിയ ഒരു നിയറസ്റ്റ് കോമ്പറ്റീറ്റർ KC വേണുഗോപാലാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെയൊക്കെ തന്നെ അപഹസിക്കാൻ വരെ തയ്യാറാകുന്നു, അപമാനിക്കാൻ വരെ തയ്യാറാകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഏഷ്യാനെറ്റ് പക്ഷേ കുറച്ചുകൂടി മൂടിപ്പൊതിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു പരിപാടി ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് അവർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും എഡിറ്റോറിയൽ പരിപാടിയുണ്ട്, അവരുടെ നിലപാട് തന്നെ വ്യക്തമാക്കുന്ന പരിപാടിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ജനപിന്തുണ VD സതീശന് മാത്രമാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കണമെന്ന് മുസ്ലിം ലീഗ് വന്ന് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ കീഴ്വഴക്കം പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഏതാണ്ട് VD സതീശന് അനുകൂലമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അബ്ജോദ് വർഗീസും ഏഷ്യാനെറ്റും ഒക്കെ, അബ്ജോദ് വർഗീസിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ഒരു ചാനലിൻ്റെ നിലപാടിനനുസരിച്ച് നിൽക്കൽ മാത്രമേ സാധ്യമാവുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു ചാനൽ ചർച്ച നടത്തിയിരുന്നു. അത് ഈ പറയുന്ന പോലെ ചാനലിൻ്റെ ഹെഡിങ് ഇതാണ്, ലീഗിൻ്റെ മുഖ്യനാര് എന്നുള്ളതാണ്.
അതിൽ വലിയ തോതിലുള്ള വി.ഡി. സതീശനെ കുറിച്ചുള്ള സ്തുതികൾ ഉണ്ടായിരുന്നു. ആ സ്തുതികളെല്ലാം പക്ഷെ പൊളിച്ചെടുക്കാനായിട്ട് ഇവർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ശ്രീകുമാർ മനയിൽ വന്ന് ചില അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞു. വളരെ രസകരമാണ് ഇത് കേട്ടിരിക്കാൻ, നിങ്ങളൊന്ന് കേൾക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മീഡിയ വണ്ണും ഏഷ്യാനെറ്റും ഒക്കെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനോടനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് കേൾക്കാം. പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഖ്യ പാർട്ടി എന്നുള്ളതിൽ ദേശീയ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് സംസാരിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാത്രമാണ്. കോൺഗ്രസിനകത്തുനിന്ന് ഒരു നേതാവ് പോലും ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾക്കെതിരെ വി.ഡി. സതീശൻ സംസാരിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് കുറച്ച് ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ കേൾക്കാത്തത്. ലോങ് ആയതുകൊണ്ട് കുറച്ച് ഈ പറയുന്ന പോലെ സമയം കൂടുതലെടുക്കും എന്നുള്ളതുകൊണ്ടാണ് കേൾക്കാത്തത്. ഇവിടെ നിന്ന് മുതൽ കേട്ടാൽ നിങ്ങൾ കൃത്യമായി കാര്യം വെളിപ്പെടും. വെള്ളാപ്പള്ളി നടേശനെ ഇത്ര ശക്തമായ രീതിയിൽ എതിർക്കാൻ ആരും ധൈര്യം കാണിച്ചില്ല. ഒരാൾ പോലും അക്കാര്യത്തിലേക്ക് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരെ വി.ഡി. സതീശൻ സ്വീകരിച്ച ശക്തമായ നിലപാട്, വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാട് രണ്ടും UDF-ന് വോട്ട് ലഭിക്കുന്നതിൽ നിർണായകമായെന്ന് റോയ് മാത്യു കരുതുന്നുണ്ടോ? ഒപ്പം ഒരു കാര്യം കൂടി, ഇതിലൊന്നും പക്ഷം ചേരാതെ തന്നെ പറയാതെ നിവൃത്തിയില്ല. കാരണം പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകൾ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും മോശം ഭാഷയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാമോ ആ പദപ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് വി.ഡി. സതീശനെ വിശേഷിപ്പിക്കുമ്പോഴും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് അത് അഭിപ്രായം. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ചർച്ചയ്ക്കിരിക്കുന്നതൊന്ന് റോയ് മാത്യു ആണ്. അദ്ദേഹം പറയുന്നത് അതിധീരമായി വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത് വി.ഡി. സതീശൻ മാത്രമാണെന്നാണ്. പിന്നെ ഫസൽ ഗഫൂറും ചർച്ചയ്ക്കുണ്ട്, MES-ൻ്റെ നേതാവ്. പിന്നെ NP ചേക്കുട്ടി, അദ്ദേഹവും ഒരു വി.ഡി. സതീശൻ ഭക്തനാണ്, അദ്ദേഹവും ചർച്ചയ്ക്കുണ്ട്. പക്ഷേ ഇതിൽ ആ ചർച്ചയെ പൊളിച്ചു കളഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീകുമാർ മനയിൽ ഇതിനെല്ലാം പൊളിക്കുന്ന ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചർച്ച ഉദ്ദേശിച്ചതെന്തോ അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ യഥാർത്ഥത്തിൽ ശ്രീകുമാർ മനയിൽ കൂടിയുന്നില്ല. അതുകൊണ്ട് ഇനി മുതൽ അടുത്ത ചർച്ചകൾ മുതൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് അദ്ദേഹത്തെ വിളിക്കില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഈ മൊത്തം അജണ്ടയെ പൊളിച്ചു കളയുന്ന ശ്രീകുമാർ മനയിലിൻ്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇതിനു മുമ്പ് അബ്ജോദ് വർഗീസും അതുപോലെ റോയ് മാത്യുവും ഈ ചർച്ചയിൽ ബാക്കി എല്ലാവരും തന്നെ വി.ഡി. സതീശനാണ്, ജനവികാരം മുഴുവൻ വി.ഡി. സതീശന് അനുകൂലമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഇതുകൂടി ഒന്ന് കേൾക്കാം. പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ശ്രീകുമാർ മനയിൽ ആദ്യം ഫസൽ ഗഫൂർ പറഞ്ഞതിൽ നിന്ന് അതിന്റെ തുടർച്ച ആയിരുന്നു. ലീഗിന് ഇപ്പോ മുന്നിൽ നിന്ന് നയിച്ചത് സ്വാഭാവിക ലീഡർ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന നിലയിൽ വി.ഡി. സതീശനാവും. രമേശ് ചെന്നിത്തലയോടും അവർക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ മൂന്നാമതൊരു പേര്, ഇപ്പോൾ KC വേണുഗോപാൽ വരുന്നതിനോട് ലീഗിന് താല്പര്യമില്ല, മുസ്ലിം സംഘടനകൾക്ക് താല്പര്യമില്ല. അതിന്റെ അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം അത് സാധ്യമാവില്ല എന്നാണ് ഒരു മുസ്ലിം സംഘടനകൾക്കിടയിലെ പൊതുവികാരം എന്ന് ഫസൽ ഗഫൂർ പറയുന്നത്. അതാണ് ശ്രീകുമാർ മനയിലിനെ സംബന്ധിച്ച് പറയാൻ. നെറ്റിൻ്റെ എന്തോ വിഷയം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൽ അബ്ജോദ് വർഗീസ് പറഞ്ഞു വരുന്നത്, ഇതിന് തൊട്ടുമുമ്പ് ഫസൽ ഗഫൂർ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സംഘടനകൾക്കിടയിലെ പൊതുവികാരം വി.ഡി. സതീശൻ അനുകൂലമാണ്, അവർ KC വേണുഗോപാൽ വരേണ്ട എന്നുള്ളൊരു നിലപാടാണെന്നാണ്. ഈ മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്നുള്ളത് പ്രത്യേകമായി നിങ്ങൾ ഓർക്കണം. ഞാൻ XYZ എന്ന വ്യക്തികളിലേക്ക് ഈ ചർച്ച പിന്നീട് കൊണ്ടുപോകും. അതിനു മുമ്പ് ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം. UDF ഒരു മുന്നണിയായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുന്നണിയായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. UDF ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികളുടെ നേതൃത്വത്തിലോ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത് അങ്ങനെയല്ല. കാരണം ഒരു മുന്നണി തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ആദ്യം മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന അതിന്റെ മാനിഫെസ്റ്റോ, UDF മുന്നോട്ട് വച്ച മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. ഒരിക്കലും ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഏതാനും ചില വ്യക്തികൾക്ക് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തി സ്വന്തം ഒരു പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോലുള്ള മതിയല്ലോ. നമ്മളിപ്പോ വിജയൊക്കെ തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെ വ്യക്തിപ്രഭാവത്തിന്റെ സംഭവം.
വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി പോകുമ്പോൾ ഇപ്പൊ വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെയോ എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ മനയിൽ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിപ്രഭാവമൊന്നും ഒരു നേതാവിന് മാത്രമായിട്ടില്ല. ഒരു UDF എന്ന് പറഞ്ഞ മുന്നണിയും LDFനെ മാറ്റണം എന്നുള്ളവരായിരിക്കും അതിന് വോട്ട് ചെയ്തിട്ടുണ്ടാവുക. വ്യക്തിപ്രഭാവം അത്ര കൂടുതലാണെങ്കിൽ പിന്നെ ഒറ്റക്ക് പോയി മത്സരിച്ച് വിജയനെ പോലെ ജയിച്ചാൽ പോരെ. അതാണ് വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന ഒരു ഇമേജ് ബിൽഡിംഗ് മുഴുവൻ ഒറ്റടിക്ക് ശ്രീകുമാർ മനയിൽ തകർത്ത് കളയാണ്. അദ്ദേഹം പത്രപ്രവർത്തകനാണ്. അല്ലെങ്കിൽ മമതാ ബാനർജി ചെയ്ത പോലെ ഒരു പാർട്ടി രൂപീകരിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം. സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ച് ജനങ്ങളെല്ലാം കൂട്ടത്തോടെ വന്നിട്ട് നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും ഇന്നയാൾ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനം. UDF എന്ന മുന്നണിക്ക് നേതൃത്വമുണ്ട്, കോൺഗ്രസിന് നേതൃത്വമുണ്ട്, മുന്നണിക്ക് നേതൃത്വമുണ്ട്. ഈ കോൺഗ്രസ് നേതൃത്വവും UDF മുസ്ലിം ലീഗ് അടക്കമുള്ള മുന്നണി നേതൃത്വവും അവർ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM മന്ത്രിസഭയെ മാറ്റി UDFന്റെ മന്ത്രിസഭയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി, UDF സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ അബ്ദുൾ പറഞ്ഞാൽ വോട്ട് പട്ടിക കിടക്കുകയാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാരിനെ ഇത് വളരെ പ്രസക്തമാണ് കേട്ടോ. കാരണം 4-ാം തീയതിക്ക് ശേഷം നമ്മൾ ഇത്തരം ചർച്ചകളിട്ട് കണ്ടാൽ വളരെ രസകരമായിരിക്കും. കാരണം ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പോലെയാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ബോധ്യമാകും. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഞാനടക്കം പ്രവചിച്ചിട്ടുള്ളത് LDF അധികാരത്തിൽ വരും, തുടർഭരണമുണ്ടാകും, 75 സീറ്റുകൾ നേടുമെന്നാണ്. ഏതാണ്ട് അതേ അഭിപ്രായം തന്നെ ഇന്ന് NS മാധവൻ കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മറ്റൊരു വീഡിയോ ആണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇതെന്ത് ചെയ്യാം, കേൾക്കാം. മാറ്റാൻ വേണ്ടി അതിന് പകരം വേറൊരു സർക്കാർ വരണം. UDF നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗൊക്കെ അടങ്ങുന്ന മുസ്ലിം ലീഗിന്റെയൊക്കെ മന്ത്രിമാരുള്ള, കേരള കോൺഗ്രസിന്റെ മന്ത്രിമാരുള്ള ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ വിശ്വസിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തികളോ Xോ Yയോ Zോ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ആകാൻ വേണ്ടിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. പിണറായി വിജയന്റെ സർക്കാരിനെ, ഇടതുമുന്നണിയുടെ സർക്കാരിനെ മാറ്റി പുതിയ സർക്കാരിനെ എന്ന് പറഞ്ഞാൽ ഇവർ ഇത്ര നേരം കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാകാനാണ് ജനം വോട്ട് ചെയ്തതെന്നാണ്. അങ്ങനെയല്ല എന്നുള്ളതാണ് ശ്രീകുമാർ മനയിൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. പുതിയ സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. കാരണം ഭരണമാറ്റമാണ് ഇവിടെ വിഷയം. ഈ 10 വർഷം കേരളം ഭരിച്ച ഇടതുമുന്നണിക്കെതിരെയുള്ള ആന്റി ഇൻകംബൻസി ജനവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾ ജനങ്ങളെ അപഹസിക്കുകയോ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. ജനങ്ങൾ മന്ദബുദ്ധികളല്ല, നമ്മളെക്കാൾ വിവരവും അറിവുമുള്ള ജനങ്ങൾ കോടിക്കണക്കിന് ആളുകളുടെ ഇടയിലാണ്. ഇത് ഏഷ്യാനെറ്റിനോടുള്ള ശ്രീകുമാർ മനയിലെ ഉപദേശമാണ്. വിളിച്ചത് അബദ്ധമായി എന്നാണ് അബ്ജോദ് വർഗീസിന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം. നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു മുന്നണി അധികാരത്തിൽ വരുന്നത് ആ മുന്നണി മറ്റേ മുന്നണിയേക്കാൾ നല്ലതാണ്, അതിലെ നേതാക്കൾ മറ്റേ ഇതിലേക്കാൾ നല്ലതാണ്, പുതിയൊരു സർക്കാർ വരട്ടെ, പുതിയൊരു മാർഗദർശകത്വം സംസ്ഥാനത്ത് ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളെ പിടിച്ചിട്ട് നിങ്ങൾ Xനോ Yനോ Zന്റെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നോക്കുകയാണെങ്കിൽ Xന്റെ പാർട്ടിയും Yയുടെ പാർട്ടിയും Zന്റെ പാർട്ടിയും രൂപീകരിക്കാൻ പോലെ. പിന്നെ എന്തിനാണ് മുന്നണിയുടെ പ്രവർത്തകർ വോട്ടിലേക്ക് ഇറങ്ങുന്നത്? പിന്നെ എന്തിനാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ കഷ്ടപ്പെട്ട് റോബി പണിയെടുക്കുന്നത്? ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി, നിങ്ങൾ ഒന്ന് വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ വോട്ട് ചെയ്താൽ പോലെ. നമ്മളിത് രാഷ്ട്രീയമായി മാധ്യമപരമായ ഒരു അധാർമികതയെ കുറിച്ച് അതൊരു അധാർമികതയാണ്. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ, ജനങ്ങളെ ഇടിക്കുക. അതായത് ഏഷ്യാനെറ്റ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധാർമികമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നാണ് ശ്രീകുമാർ മനയിൽ ഷാർപ്പായി പറഞ്ഞില്ലെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ പേരുകാരെല്ലാവരും അതിപ്രഗത്ഭരാണ്. ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹരാണ്. ഇവരെ കൈ തെളിയിച്ചവരാണ്. ഇവർക്ക് പാരമ്പര്യമുണ്ട്. ആരും ആകാശത്ത് പൊട്ടിവിടാറില്ല. പക്ഷേ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഒരു പുതിയ സർക്കാർ വരട്ടെ, ആ പുതിയ സർക്കാരിന്റെ പ്രധാന കക്ഷി ഏതോ ആ കക്ഷി തെരഞ്ഞെടുക്കുന്ന നേതാവ് അതിന് നേതൃത്വം കൊടുക്കട്ടെ. ഇപ്പൊ കോൺഗ്രസിലാണെങ്കിൽ കോൺഗ്രസിന് നിയമസഭാ കക്ഷി കൂടി നേതാവിനെ തെരഞ്ഞെടുക്കും. അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ പങ്കിട്ട് നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പോലുള്ള ഒരു ഘടകകക്ഷിയായിട്ട്, പ്രത്യേകിച്ച് UDF രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ലീഗ് നടത്തിയ ലീഗ് സംഭാവനകളെല്ലാം നമുക്കറിയാം. അപ്പൊ അവരോടൊക്കെ ചർച്ച ചെയ്ത് ഒരു സമവായത്തോട് ഒരാൾ കേരളത്തിന്റെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവാകും. അത് ആരും ആകാം. ഇനി ആളുടെ ആവുന്നതാർക്ക് നിർബന്ധം പിടിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയില്ല. അത് ആരും ആകാം. ഈ മത്സരിക്കുക MLA മാറ്റി സീനിയോറിറ്റി അനുസരിച്ചുള്ള ആളുകളാണ്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡും UDFും എല്ലാം സീനിയോറിറ്റിക്കൊക്കെ പരിഗണന നൽകുന്ന വലിയ സീനിയർ നേതാക്കളെ കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കാനുള്ള എല്ലാവർക്കും ഒരു സംശയമാണ്. പക്ഷെ ഈ പറഞ്ഞ സീനിയർ നേതാക്കളെ ഒന്നടങ്കം അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കളെ ഒന്നടങ്കം CPM നേരിട്ടിരുന്നില്ല. CPM ശത്രുപക്ഷത്ത് നിർത്തി പ്രസ്താവനകൾ നടത്തിയിരുന്നില്ല. വില കുറച്ച് കാണാൻ ശ്രമിച്ചിരുന്നില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ
ഇകഴ്ത്തിയിരുന്നില്ല. ഈ സാമുദായിക നേതാക്കൾ ആരും മറ്റാരെയും ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചിരുന്നില്ല എന്നതും യാഥാർത്ഥ്യമല്ലേ ശ്രീകുമാർ? അതായത് അങ്ങനെയൊക്കെ ആക്രമിച്ചത് വി ഡി സതീശനെ മാത്രമാണ്, അതുകൊണ്ട് അർഹൻ വി ഡി സതീശൻ അല്ലേ എന്നുള്ളതാണ് പ്രിയപ്പെട്ട അബ്ജോദിന്റെ ചോദ്യം. അല്ല, ഞാൻ അതിലേക്ക് വരാം. അതുകൊണ്ട് കാര്യം മനസ്സിലാക്കാം. 1982 ആ UDF ഉണ്ടാവുന്നത്. അതിനു മുമ്പ് കോൺഗ്രസ് ഉൾപ്പെടുന്ന, ലീഗ് ഉൾപ്പെടുന്ന, CPI ഉൾപ്പെടുന്ന ഐക്യജനാധിപത്യത്തിൽ വരെ ഉണ്ടായിരുന്നു. UDF 82 മുതലാണ്. UDF 3 മുഖ്യമന്ത്രിമാർ ഇതിനു ഉണ്ടായിരുന്നു: കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി. ഇവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മൾ ഈ പറയുന്ന നേതാക്കന്മാരുടെയൊക്കെ 100 ഇരട്ടി കഴിവും പ്രാഗൽഭ്യം ജനപിന്തുണയുള്ളവരാണ് ഇവര്. പക്ഷെ ഒരിക്കൽ പോലും കെ കരുണാകരനെയോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി ആകാൻ പോകുന്ന, പിടിച്ചോ ഞങ്ങൾ മുൻനിർത്തുന്നു പറഞ്ഞ എല്ലാ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞാൻ ആ ചരിത്രം മുഴുവൻ അറിയാവുന്ന ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അത് നമുക്കറിയാം. ഇപ്പൊ കരുണാകരൻ മുഖ്യമന്ത്രിയാവും, ലീഡർ മുഖ്യമന്ത്രിയാവും, ആന്റണി സാർ മുഖ്യമന്ത്രിയാവും, ഉമ്മൻചാണ്ടിയൊക്കെ അറിയാം. പക്ഷെ ഒരിക്കൽ പോലും കെ കരുണാകരനോ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ പറയുകയോ തങ്ങളുടെ വൈതാളികരെ കൊണ്ട് അത് പറയിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം അവരെല്ലാവരും ഞങ്ങളുടെ മുന്നണി അധികാരത്തിലെത്തുമ്പോൾ ഞങ്ങളുടെ വേറെ വൈതാളികരെ കൊണ്ട് ആരും പറയിപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിലൊരു വൈതാളികർ ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റ് ആണ് എന്നുള്ളത് കൂടി നിങ്ങൾ കാണോട്ടെ. അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടി നേതാവിനെ ഇപ്പോഴത്തെ പ്രശ്നം അവരെല്ലാവരും അവരവരുടെ വൈതാളികരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ. ഒരാളും മോശമല്ല, ഞാൻ ശ്രീകുമാറിലേക്ക് തിരിച്ചെത്താം. ഇതാണ് കാര്യമുള്ളത്. ഇനി മറ്റൊരു ടൈലൻഡ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രജിൻ ബാബു ആണ് ആ പരസ്യം കൊടുത്തിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ട അർഹപ്പെട്ട പല പദവികൾ ലഭിക്കാഞ്ഞിട്ടും അദ്ദേഹം യാതൊരുവിധ അപസ്വരവും ഉണ്ടാകാതെ പാർട്ടിയിൽ നടന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അദ്ദേഹം നേതാവായത് എന്നുള്ളതൊക്കെ ഇംഗ്ലീഷിൽ പരസ്യം കൊടുത്തു. ആ ഇംഗ്ലീഷിൽ പരസ്യം കൊടുത്തതിൻ്റെ കാര്യം ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും ഒക്കെ ഇംഗ്ലീഷ് അറിയുള്ളൂ, മലയാളത്തിൽ പരസ്യം കൊടുത്താൽ, മനോരമയിൽ കൊടുത്താൽ അവരറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്താണെങ്കിലും ജനത്തെ ബോധിപ്പിക്കാനല്ല, പകരം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ ഒരു കോമഡി കൂടിയുണ്ട്. കാരണം ഇന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് അത് അതിനേക്കാൾ വലിയ രസകരമായിട്ടുള്ള വാർത്തയാണ്. ഇംഗ്ലീഷ് പത്രത്തിൽ ഫീച്ചർ അതിർത്തി പരസ്യമാക്കി രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ ഓൺലൈൻ ന്യൂസ് നമ്മളോട് പറയുന്നത്, ഈ പേപ്പർ പറയുന്നത്, അതായത് ഇത് രമേശ് ചെന്നിത്തല അറിഞ്ഞുകൊണ്ടല്ല എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല DC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിനെ അതിർത്തി അറിയിച്ചു എന്നുള്ളതാണ്. ഇത് മറ്റേ പെയ്ഡോ അല്ലെങ്കിൽ മറ്റേ PR വാർത്തയോ അല്ലെന്ന് നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പറഞ്ഞു കൊടുപ്പിച്ചേക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് പ്രജിൻ ബാബുവിനെ കൊണ്ട്. പക്ഷേ പ്രജിൻ ബാബുവിനോട് അതിർത്തി അറിയിച്ചു. അതായത് മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട അനാവശ്യ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് KCPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പിന്നാലെ ഫീച്ചർ വന്നത് തൻ്റെ പേര് മോശമാക്കാനുള്ള പ്രചരണത്തിന് വഴിവെക്കുന്നതാണെന്നാണ് ചെന്നിത്തല കണക്കാക്കുന്നത്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടി പോലും ഈ പണി ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു നോക്കട്ടെ. അത് കുറച്ചുകൂടി മെച്ചമായി ചെയ്യാനാണ് നിങ്ങളുടെ സപ്പോർട്ടുകൾ കൂടി ചോദിച്ചത്.